എൻ്റെ പേര് റൊണാൾഡ്. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. 2020 മുതൽ ഞാൻ ഇസ്രായേലിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് 2025 വരെ ഒന്നും എനിക്ക് നടന്നിട്ടില്ലായിരുന്നു, ഒക്ടോബർ വരെ. ഒക്ടോബർ കഴിഞ്ഞിട്ട് വീട്ടിനടുത്തുള്ള ഒരു ചേച്ചി എൻ്റെ അടുത്ത് അത്ഭുത ജോമാലയുടെ കാര്യം പറഞ്ഞു. അങ്ങനെ ഒരു കുറച്ച് നേരം ഞാൻ അത് ആദ്യത്തെ ദിവസം കണ്ടിട്ടുള്ളൂ. അത് കണ്ടതിന് ശേഷം ഞങ്ങളുടെ കസിൻ സിസ്റ്ററിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്രായേലിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്, അത് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, എന്നാലേ കിട്ടത്തുള്ളൂ. സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് കുറച്ച് വലിയത് അറിയത്തില്ല, എന്നാലും ഞാനൊന്നും നോക്കിയത് പോലും ഇല്ല. അങ്ങനെ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ണൂർ വെച്ച് നോർമൽ ഇൻ്റർവ്യൂ ഉണ്ട്, ആദ്യം അത് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് അമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ ഇവിടെ വന്നു. അത് വെള്ളിയാഴ്ചയാണ് അറ്റൻഡ് ചെയ്യുന്നത് നോർമൽ ഇൻ്റർവ്യൂ. അത് കിട്ടുന്ന ഒട്ടും പ്രതീക്ഷയില്ല. 350 പേരുണ്ടായിരുന്നു അന്ന് ആ നോർമൽ ഇൻ്റർവ്യൂവിന്. അങ്ങനെ അമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ഇവിടെ ഉച്ച കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടെ കൗൺസിലിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൗൺസിലിങ്ങിന് കൂടി. അന്നേരം ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇസ്രായേലിലേക്ക് പോകാനുള്ളൊരു ഇത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നാളത്തെ ശുശ്രൂഷയും കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അത് പോകാതെ ഞാൻ അങ്ങനെ അന്ന് തന്നെ പോകാൻ വേണ്ടി ഇരുന്നതാണ്. ബ്രദർ പറഞ്ഞപ്പോൾ ഞാൻ അടുത്ത ദിവസം ശുശ്രൂഷ പങ്കെടുത്തു. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നൊരു തിങ്കളാഴ്ച ആയപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നോർമൽ ഇൻ്റർവ്യൂ പാസ്സായി, ഇനി ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്, അത് മംഗലാപുരത്ത് വെച്ചാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അന്ന് തൊട്ട് മുടങ്ങാതെ അത്ഭുത ജോമാല കണ്ടിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എംബസി ഇൻ്റർവ്യൂ ചിരി പാടില്ലാന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കിട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ അത്ഭുത ജോമാല കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് വിസയും ടിക്കറ്റും വന്നാൽ ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാം, പപ്പയും അമ്മയ്ക്കായിട്ടും സാക്ഷ്യം പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വിസയും ടിക്കറ്റും വന്നു. എനിക്ക് അടുത്ത ശനിയാഴ്ച ഇവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ എനിക്ക് ടിക്കറ്റ് അന്നത്തേക്കാണ് കിട്ടിയിരിക്കുന്നത്. 11-ാം തീയതി വെളുപ്പിന് 5:30 ഫ്ലൈറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഈ യുദ്ധ സാഹചര്യത്തിലും എനിക്ക് ഈശോന്റെ കൈ പിടിച്ച് എന്നെ കൊണ്ടുപോവാണ്. എല്ലാവരും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ട്. പ്രത്യേകിച്ചും ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് അച്ഛനോടാണ്. അച്ഛൻ്റെ ശുശ്രൂഷ കണ്ടാണ് ഞാൻ ഈശോയെ മാതാവിനെ കൂടുതൽ അറിഞ്ഞത്. ഒരുപാട് ധ്യാനം പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ വന്ന് ഇത് പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ അച്ഛൻ്റെ ആ ശുശ്രൂഷയിലാണ് ഞാൻ മാതാവിനെ ഈശോനെ കൂടുതൽ അറിഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് വിസയും ടിക്കറ്റും ഒക്കെ വന്ന് 2020 മുതൽ 2025 വരെ പരിശ്രമിച്ച് ഇസ്രായേലിലേക്ക് പോകാൻ. എന്നിട്ട് ആരോ പറഞ്ഞു, അത്ഭുതമാല അമ്മ ഇങ്ങനെ പറഞ്ഞു, ആദ്യത്തെ മുഴുവൻ കണ്ടില്ല, അല്പം കണ്ടുള്ളൂ. അപ്പോഴേക്കും ഒരാൾ വിളിച്ചിങ്ങനെ അറിയിച്ചു 350 പേര് ശ്രദ്ധിച്ച് നിങ്ങൾ പറയുന്നത് 350 പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൽ. ഇവനാണെങ്കിൽ ഇംഗ്ലീഷും മര്യാദയ്ക്ക് ശരിക്കും അത്രയും ഫ്ലുവൻ്റായിട്ട് അറിയില്ല. എന്നിട്ട് പോലും അതും കർത്താവ് കൗൺസിലിംഗ് വന്നപ്പോൾ എടുത്ത് പറയുകയാണ്, നിനക്ക് ഇസ്രായേൽ പോകാനുള്ള ദൈവം ക്രമീകരിക്കുന്നുണ്ട്, നീ വൺ ഡേ കഴിഞ്ഞിട്ട് പോകണം. പിന്നെ ഞങ്ങൾ അത്ഭുത പെരുമഴയാണ് കേട്ടോ. പ്രൈസ്